ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മൾ ഇന്നൊരു നോവൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. JD സലിഞ്ചറിൻ്റെ ദ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ സലിഞ്ചർ ആരാണ്? അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ 1951 പബ്ലിഷ് ചെയ്യുന്നൊരു നോവലാണ് ദ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കാണുന്നത് 16 വയസ്സുകാരനായ ഹോൾഡൻ കോൾഫീൽഡ് എന്ന് പറയുന്നൊരു കുട്ടിയാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ പ്രെപ്പ് സ്കൂളിൽ നിന്ന് എന്ത് ചെയ്തു? അവനെ എക്സ്പെൽ ചെയ്തു. അങ്ങനെ അവനാകെ കൺഫ്യൂസ്ഡായിട്ട് ഡിസിലൂഷൻഡായിട്ട് എന്ത് ചെയ്യാണ്? സത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രൂത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് ആ 16 വയസ്സുകാരൻ എന്തിലൊക്കെ എത്തിപ്പെടും അല്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദ ക്യാച്ചർ ഇൻ ദ റൈ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓഥറിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആരാണ്? JD സലിഞ്ചറാണ്. അമേരിക്കൻ ഓഥറാണ്. ഫുൾ നെയിം ജെറോം ഡേവിഡ് സലിഞ്ചർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് നോൺ നോവലാണ് 1951 പബ്ലിഷ് ചെയ്യുന്ന ദ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസൊക്കെ അദ്ദേഹം മാഗസിൻസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1940 അതുപോലെ അദ്ദേഹം വേൾഡ് വാർ സെക്കൻഡിൽ സെർവ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോവലിനെ പറ്റി നോക്കുമ്പോൾ ദ ക്യാച്ചർ ഇൻ ദ റൈ എവിടെയാണ്? 1950s കാലഘട്ടത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നറേറ്റ് ചെയ്യുന്നത് ഒരു യങ് മാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹോൾഡൻ കോൾഫീൽഡ് എന്നാണ്. അപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നറേറ്റ് ചെയ്യുമ്പോൾ ഹോൾഡന് ആ ഒരു ലൊക്കേഷനെ പറ്റി, താൻ എവിടെയാണ് ഉള്ളത് എന്നതിനെ പറ്റി അത്ര സ്പെസിഫിക് അല്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ, ഒരു സാനിറ്റോറിയത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇനി അദ്ദേഹം പറയുന്ന ഇവൻറ്റ്സ് നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്. അതായത് അവൻ്റെ സ്കൂളിൽ പഠിക്കുകയാണ് അവൻ. 16 വയസ്സാണ്. അപ്പോൾ സ്കൂളിലെ ഓട്ടം സീസൺ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ടേമിനും ക്രിസ്മസിനും ഇടയ്ക്കുണ്ടായ കുറച്ച് ദിവസങ്ങളിലാണ് കുറേ കാര്യങ്ങൾ നടന്നത്. ഓക്കെ, അതാണ് അവൻ ഇനി പറയാൻ പോകുന്നത്. ആ സമയത്ത് അവൻ്റെ വയസ്സ് 16 അവൻ്റെ കഥ തുടങ്ങുന്നത് ഒരു സാറ്റർഡേ ആണ്. ആ സാറ്റർഡേക്ക് മുന്നേ അവൻ്റെ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെൻസി പ്രെപ്പ് സ്കൂള്, എവിടെയാണ് ഈ സ്കൂൾ? ആഗർടൗണിലാണ്. ആ സ്കൂളിലുള്ള അവൻ്റെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമുള്ള സാറ്റർഡേ ആണ് ഈ കഥ തുടങ്ങുന്നത്. ഇത് അവൻ പഠിക്കുന്ന 4ാമത്തെ സ്കൂളാണ്. ഇതിനു മുന്നേ 3 സ്കൂളുകളിൽ പഠിച്ചിട്ട് അവൻ അവിടെ ഒന്നും വിജയിക്കാൻ കഴിയാതെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? പെൻസി പ്രെപ്പ് സ്കൂളിലും എന്താണ് സംഭവിക്കുന്നത്? 5 ക്ലാസ്സുകളിൽ 4ലും അവൻ തോറ്റുപോയി. അവസാനം അവനെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്തുകൊണ്ടൊരു നോട്ടീസ് അവൻ്റെ കയ്യിൽ കിട്ടുകയാണ്. ഇങ്ങനെ ഈ നോട്ടീസ് കയ്യിൽ കിട്ടുമ്പോൾ അവൻ തീരുമാനിക്കുന്നത് ബുധനാഴ്ച വരെ മാൻഹാട്ടനിലുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോണ്ട എന്നവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ ബുധനാഴ്ച വരെ വീട്ടിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ അവൻ്റെ എൽഡർലി ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ടീച്ചറുണ്ട്, സ്പെൻസർ എന്നാണ് ടീച്ചറിൻ്റെ പേര്. അപ്പോൾ ടീച്ചറിനെ കണ്ട് ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവസാനമായിട്ട് അവൻ്റെ ടീച്ചറിനെ കണ്ട് യാത്ര പറയാൻ ചെല്ലുമ്പോൾ അവിടെ ടീച്ചർ അവനെ ഭയങ്കര കർക്കശമായിട്ട് താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൻ്റെ പുവർ ആയിട്ടുള്ള അക്കാഡമിക് പെർഫോമൻസിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഗുഡ് ബൈ പറയാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു റെസ്പോൺസ് ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ അവന് ഭയങ്കര അനോയ്ഡായിട്ട് തോന്നി. അങ്ങനെ അവൻ അവിടെ നിന്ന് തിരിച്ച് അവൻ്റെ ഡോർമെറ്ററിയിൽ തന്നെ വന്നു. ഡോർമെറ്ററിയിൽ അവൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ്റെ അൺഹൈജീനിക് ആയിട്ടുള്ള നെയ്ബേഴ്സിനെ കാരണം അവന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ കൂടെയുള്ള പിള്ളേർ ആരൊക്കെയാണ്? പേര് പറയുന്നുണ്ട്. ആക്ലി, അതുപോലെ തന്നെ സ്റ്റാർഡേറ്റർ, STARDLATER, സ്റ്റാർഡേറ്ററും ഇവരൊക്കെയാണ്, ആക്ലിയുമൊക്കെയാണ് ഇവൻ്റെ കൂടെയുള്ള പിള്ളേർ. ഇവരുടെ അൺഹൈജീനിക് ആയിട്ടുള്ള ആ ഒരു രീതികൾ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഈവനിങ്ങിൽ അവൻ ഡോർമെറ്ററിയിൽ നിൽക്കുകയാണ്. അവൻ്റെ കൂടെയുള്ള ഈ കുട്ടി, അതായത് സ്റ്റാർഡേറ്റർ, ഈ പെൺകുട്ടിയെ ജെയിനെയും കൊണ്ട് പുറത്തേക്ക് ഡേറ്റിങ്ങിന് പോവുകയാണ്. ജെയിനെ ഇവൻ മുമ്പ് ഡേറ്റ് ചെയ്തിരുന്നതാണ്. ഇവനിപ്പോഴും അവളോടൊരു അഡ്മിറേഷനുണ്ട്. അപ്പോൾ ആ പയ്യൻ ഈ കുട്ടിയെയും കൊണ്ട് ഡേറ്റിങ്ങിന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇവന് ഭയങ്കര നെർവസ് ആവുന്നുണ്ട്. ഇവൻ്റെ ഒരു നെർവസ്നെസ് ഇങ്ങനെ കൂടി വരികയാണ്. എന്നിട്ട് ഈ ചെറുക്കൻ സ്റ്റാർഡേറ്റർ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ ഡേറ്റിങ്ങിന് പോയപ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഈ സ്റ്റാർഡേറ്റർ എന്ത് ചെയ്യാണ്? ഹോൾഡനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ ഹോൾഡന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് സ്റ്റാർഡേറ്ററിനെ എന്ത് ചെയ്യാണ്? അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ വെറുതെ ഇരിക്കുക. അവനും എന്ത് ചെയ്തു? ഇവൻ്റെ മൂക്കിടിച്ച് പരത്തി, മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഹോൾഡൻ അവസാനം ഒരു കാര്യം തീരുമാനിക്കുകയാണ്. മതി, ഇവിടെ നിന്നതൊക്കെ മതി, എനിക്ക് തൃപ്തിയായി, ഇനി മാൻഹാട്ടനിലേക്ക് തിരിച്ചു പോവാം. അതായത്
വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവൻ വിചാരിക്കുന്നത് വെച്ചാൽ പാരൻസിനോട് പറയണ്ട, ഞാനിവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയണ്ട. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു 3 ദിവസം മുന്നേ തന്നെ മാൻഹാട്ടനിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇത് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പാരൻസിനോട് തൽക്കാലം പറയണ്ട, ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കാം എന്നൊക്കെയാണ് അവൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, ട്രെയിൻ പിടിക്കുകയാണ്. ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ പിടിക്കുകയാണ്. ആ ട്രെയിനിൽ വെച്ചിട്ട് അവൻ്റെ കൂടെ പഠിക്കുന്ന പെൻസി സ്കൂളിൽ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ ചിന്തിക്കുന്നത്, അവനറിയാം ഈ സ്റ്റുഡൻറ്റ് എന്തുമാത്രം മോശമാണെന്ന്. എന്നാലും ഇവൻ ഈ സ്ത്രീയോട് ഇങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കി പറയാണ്, സ്റ്റോറീസ് കുക്കപ്പ് ചെയ്യാണ്. അതായത് നിങ്ങളുടെ സൺ ഭയങ്കര ഷൈ ആണെന്നും സ്കൂളിൽ അവൻ വെൽ റെസ്പെക്റ്റഡ് ആണെന്നും ഒക്കെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി പറയുകയാണ്. അവസാനം അങ്ങനെ അവർ പെൻ സ്റ്റേഷനിലെത്തുകയാണ്. പെൻ സ്റ്റേഷനിലെത്തുമ്പോൾ അവൻ ഇറങ്ങിയിട്ട് ഒരു ഫോൺ ബൂത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ പലരെയും വിളിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവൻ വിളിക്കുന്നില്ല. അവരെ വിളിച്ചാലോ ഇവരെ വിളിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവൻ അവസാനം ആരെയും വിളിക്കുന്നില്ല. എന്നിട്ട് അവനൊരു ക്യാബ് പിടിച്ചിട്ട് ക്യാബിനകത്ത് കയറാണ്. അപ്പോൾ ക്യാബിനകത്ത് വെച്ചിട്ട് ഇവൻ ക്യാബ് ഡ്രൈവറോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ സെൻട്രൽ പാർക്കിൽ ഒരുപാട് ഡക്സ് ഉണ്ടല്ലോ, അപ്പോൾ ലഗൂൺ ഫ്രീസ് ചെയ്യുമ്പോൾ ഈ ഡക്സൊക്കെ എങ്ങോട്ട് പോകും എന്ന് ഡ്രൈവറിനോട് ചോദിക്കുകയാണ്. അയാൾക്ക് ഈ ചോദ്യം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ഈ ക്യാബ് ഡ്രൈവർ അവനെ എഡ്മൻ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഹോട്ടലിലേക്ക് അവൻ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഇനി ആ എഡ്മൻ ഹോട്ടലിലെ റൂമിലിരുന്നുകൊണ്ട് അവൻ ബാക്കി റൂംസിലുള്ള ആൾക്കാരെയൊക്കെ കാണുകയാണ്. വേറെ റൂംസിൽ ഗസ്റ്റൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് വിങ്ങിൽ, അവരെയൊക്കെ അവന് കാണാം. അവൻ ആദ്യം കാണുന്നത് ഒരു പുരുഷനെയാണ്. അയാൾ ഒരു സിൽക്ക് സ്റ്റോക്കിങ്സ്, ഹൈ ഹീൽസ്, അതുപോലെ ഒരു ബ്രാ, ഒരു കോട്ട് സെറ്റൊക്കെ ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഈവനിങ് ഗൗണൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പുറത്തെ റൂമിൽ ഒരു സ്ത്രീയും പുരുഷനും എന്ത് ചെയ്യാണ്, അവർ മൗത്ത് ഫുൾ ഓഫ് ഡ്രിങ്ക്സ് എടുത്തിട്ട് പരസ്പരം സ്പിറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഹിസ്റ്റീരിക്കായിട്ട് ചിരിക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ അവൻ ഇതിനൊരു സെക്ഷൽ ആക്റ്റായിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് സെക്ഷൽ പ്ലേ ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ അവന് ഭയങ്കര അപ്സെറ്റായിട്ടും തോന്നുന്നുണ്ട്, സെയിം ടൈം അവന് അറോസ്ഡ് ആവുന്നുമുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, കുറേ സിഗരറ്റ് വലിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ഒരു സ്ത്രീയെ വിളിക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ പേര് ഫെയ്ത്ത് കവൻഡിഷ് എന്നാണ്. ഈ ഫെയ്ത്ത് കവൻഡിഷിനെ ഇവന് നേരത്തെ പരിചയമൊന്നുമില്ല, ഇവൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവളുടെ നമ്പർ ഒരു ആളുടെ കയ്യിൽ നിന്ന്, അതായത് പ്രിൻസെൻറ്റനിൽ ഇവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഇവന് ഈ നമ്പർ കിട്ടുന്നുണ്ട്, ഈ സ്ത്രീയുടെ. അപ്പം ഇവൻ കേട്ടിട്ടുണ്ട് ഇവരൊരു സ്ട്രിപ്പറാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നത്. അപ്പം ഇവളെ വിളിച്ചാൽ എന്താണ്, ഐ ക്യാൻ ഹാവ് സെക്സ് വിത്ത് ഹർ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ഇവളെ എനിക്ക് പേഴ്സുവേഡ് ചെയ്യിച്ച് ഒരു ഫിസിക്കൽ ആക്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവളെ വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ സ്ത്രീക്ക് ഭയങ്കര അനോയ്ഡായിട്ട് തോന്നി. ഇങ്ങനെ ഒരു ലേറ്റ് അവറിൽ ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ വിളിക്കുന്നതിൽ അവൾക്ക് അനോയ്ഡായിട്ട് തോന്നി. ഇവൻച്വലി ഓക്കെ ശരി നമുക്ക് അടുത്ത ദിവസം മീറ്റ് ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവന് അത്രയ്ക്കും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. അവൻ ഇപ്പം തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്നാണ് അവൻ്റെ ഒരു ഭാവം. അങ്ങനെ ഇവൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ലെവൻഡർ റൂമിൽ വന്നിട്ട് ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ തന്നെ വെയിറ്റ് എന്ന് മനസ്സിലായി ഇവനൊരു മൈനറാണെന്ന്. അതുകൊണ്ട് അവന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തില്ല, തയ്യാറായില്ല. അവൻ അവിടെ ഒരു 30കളിലുള്ള 30s 3 സ്ത്രീകളെ കാണുന്നു. അവരായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അവർ കാണുമ്പോൾ ഇവന് തോന്നുന്നത് ടൗണിൽ നിന്ന് വന്നതായിരിക്കും, ദേ ഫ്രം ഔട്ട് ഓഫ് ദ ടൗൺ എന്നാണ് അവന് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഗ്ലിംസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരിവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് എന്നൊക്കെ ഇവന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവൻ ഈ സ്ത്രീകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ബ്ലോണ്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് ഇവന് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഹാഫ് ഇൻ ലവ് എന്നാണ് പറയുന്നത്. അതായത് ആ സ്ത്രീ വളരെ നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ അവനൊരു സ്നേഹം തോന്നുന്നുണ്ട്. ഹാഫ് ഇൻ ലവ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ്റെ ഏജിനെ പറ്റി ചില വൈസ് ക്രാക്സ് ഒക്കെ നടത്തിയിട്ട് മൊത്തം ബില്ല് ഇവൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ആ സ്ത്രീകൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ അവിടെ നിന്ന് വീണ്ടും ലോബിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അവിടെ ലോബിയിലിരിക്കുമ്പോൾ അവൻ്റെ പഴയ ജെയിൻ ഗലാഹറെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഒരു ഫ്ലാഷ് ബാക്കാണ് അവിടെ കാണുന്നത്. അവൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ റീകൗണ്ട് ചെയ്യുകയാണ്. നമ്മൾ തമ്മിൽ, അല്ലെങ്കിൽ അവൾ എനിക്ക് എന്തുമാത്രം അറിയാമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് മൈൻഡിൽ എന്ത് ചെയ്തു, സമ്മർ വെക്കേഷൻസ് സ്പെൻഡ് ചെയ്ത കാര്യം, ഗോൾഫ് കളിച്ച കാര്യം, മൂവിക്ക് ഇങ്ങനെ കൈപിടിച്ച് പോയ കാര്യം, ഒരു ആഫ്റ്റർനൂണിൽ ഇവർ പുറത്തിരുന്ന് ഗെയിം കളിക്കുമ്പോൾ, ഗെയിം ഓഫ് ചെക്കേഴ്സ്, ചെസ്സ് പോലത്തെ എന്തെങ്കിലും ഗെയിം ആയിരിക്കാം, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ സ്റ്റെപ്പ് ഫാദർ അങ്ങോട്ടേക്ക് പോർച്ചിൽ കയറി വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പോകുമ്പോഴേക്ക് ഇവളങ്ങോട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ ഇവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് ഓൾ ഓവർ ഹർ ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ മൗത്തിൽ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ അനുവദിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ റീകളക്ട് ചെയ്യുകയാണ്. ഇത്രയൊക്കെ ആയപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ആ ഒരു ഹോട്ടൽ വിട്ട് ഇറങ്ങിയിട്ട് ഒരു ക്യാബ് പിടിക്കുകയാണ്. ഐറൻ ജാസ് ക്ലബ്ബിൽ
പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഗ്രീൻവിച്ച് വില്ലേജിലുള്ള ഒരു ക്ലബ്ബാണ് ഈ ഐറൻ ജാസ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ക്യാബ് പിടിക്കുകയാണ്. ഈ ക്യാബ് ഡ്രൈവറിനോട് ഇവൻ പഴയ ചോദ്യം എപ്പോഴും ചോദിക്കും. അതായത് സെൻട്രൽ പാർക്കിലുള്ള ഡക്സ് വിൻ്ററിൽ ഈ ലഗൂൺസ് ഫ്രീസ് ആകുമ്പോൾ എങ്ങോട്ട് പോകുന്നു. ഈ ആൾക്കാണെങ്കിൽ മറ്റേ ആളിനെക്കാളും ദേഷ്യമാണ്. അയാൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്ലബ്ബിലെത്തുന്നുണ്ട്. എന്നിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, അവൻ അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അത് ലിലിയൻ സൈമൺസ് ആണ്. ഈ ലിലിയൻ സൈമൺസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മൂത്ത ബ്രദേഴ്സിൽ ഒരാളുടെ ഫോർമർ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ അവളിപ്പോൾ അവളൊരു ഡേറ്റിന് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് അവനെ, അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല എനിക്കൊരാളെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് നടന്നു വരികയാണ്. ഇനി അവൻ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് എഡ്മണ്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ എലവേറ്റർ ഓപ്പറേറ്ററാണ് മൗറീസിനെ കാണുന്നുണ്ട്. അപ്പോൾ മൗറീസ് അവനോട് പറയുന്നുണ്ട്, നീ എനിക്ക് $5 തന്നു നിൻ്റെ റൂമിലേക്ക് ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അയക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോൾഡൻ അത് എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു യങ് വുമൻ വരുന്നുണ്ട്. അവളെ തന്നെ സണ്ണി എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവൾ വന്ന ഉടനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പറിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവന് ഹീ ഫീൽ പെക്യുലർ. അപ്പോൾ അവളുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാക്കാനാണ് അവൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഈ ഇടയായിട്ടൊരു സ്പൈനൽ ഓപ്പറേഷൻ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു സെക്സ് ചെയ്യാൻ മാത്രമൊന്നും ഞാൻ സഫീഷ്യൻ്റ്ലി റിക്കവേർഡ് ആയിട്ടില്ല. പക്ഷേ നിനക്ക് പൈസ ഞാൻ തരാൻ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഇവൻ്റെ ലാപ്പിൽ കയറി ഇരുന്നിട്ട് ഡേർട്ടി ടോക്സൊക്കെ നടത്തുകയാണ്. അപ്പോൾ അവൻ വീണ്ടും പറയുന്നുണ്ട് $5 തരാം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സണ്ണി പോയിട്ട് നമ്മുടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള മൗറീസിനെയും കൂട്ടിയിട്ട് തിരിച്ചു വരാണ്. അപ്പോൾ ഇവൻ പറയും, ശരി ഇത് മാത്രം പോരാ, ഇനി അധികം ഒരു $5 കൂടി തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയും, ഇല്ല തരാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ മൗറീസ് ഇവൻ്റെ വയറ്റിൽ ഇങ്ങനെ ഇടിച്ചിട്ട് അപ്പോൾ ഇവൻ തറയിൽ വീണിട്ട് എന്ത് ചെയ്യും, ഈ പെൺകുട്ടി സണ്ണി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇവൻ്റെ വാലറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് $5 കൂടി എടുത്തിട്ട് അവരങ്ങ് പുറത്തേക്ക് പോവും. ലാസ്റ്റ് ഇവൻ എന്ത് ചെയ്യും, ആ നിലത്തുനിന്ന് എണീച്ചിട്ട് പോയി ബെഡിൽ കിടക്കും. അങ്ങനെ ബെഡിൽ നിന്ന് പിന്നെ അവൻ എണീക്കുന്നത് സൺഡേ 10 മണിക്കാണ്. എന്നിട്ട് സാലി ഹേയ്സ് എന്ന് പറയുന്നൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഇവൻ പണ്ട് ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവളെ വിളിക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്, ഒരു മാറ്റിനി ഷോയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ടൊരു സാൻഡ്വിച്ച് ബാറിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവിടെ വെച്ചിട്ട് 2 നൺസിനെ കാണും. അവരുമായിട്ട് റോമിയോ ആൻഡ് ജൂലിയറ്റിനെ പറ്റിയൊരു കോൺവെർസേഷനൊക്കെ ഉണ്ടാവും. ഇവൻ ആ നൺസിന് $10 കൊടുക്കും. എന്നിട്ട് അവൻ ജെയിനെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷേ ജെയിൻ്റെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. പിന്നെ അവൻ ഒരു ക്യാബ് പിടിച്ചിട്ട് സെൻട്രൽ പാർക്കിലേക്ക് പോകും. അവൻ്റെ യങ് സിസ്റ്റർ ഫീബി അവിടെയാണുള്ളത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫീബിയുടെ കുറച്ച് സ്കൂൾ മേറ്റ്സിനെ അവൻ കാണും. അവരുടെ സ്കേറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവനോട് പറയുന്നുണ്ട്, ഫീബി ചിലപ്പോൾ മ്യൂസിയം ഓഫ് നാഷണൽ ഹിസ്റ്ററിയിൽ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനറിയാം സൺഡേസിൽ അവളുടെ ക്ലാസ് അവിടെ വെച്ചിട്ടായിരിക്കില്ല എന്നറിയാം. എന്നാലും പോയി നോക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് അകത്ത് കയറി നോക്കണ്ട, അല്ലെങ്കിൽ അകത്തേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചിട്ട് പകരം പിന്നെ അവൻ അവിടെ നിന്ന് ക്യാബ് എടുത്തിട്ട് ബിലിറ്റ്മോർ ഹോട്ടലിൽ പോയിട്ട് സാലിയെ മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് അവനും സാലിയുടെ പ്ലേക്ക് പോവും. അപ്പോൾ സാലി ആണെങ്കിൽ വേറൊരു പയ്യൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ സാലി പറയും, നമുക്ക് റേഡിയോ സിറ്റിയിൽ പോയിട്ട് ഐസ് സ്കേറ്റ് ചെയ്യാമെന്ന്. പക്ഷേ അവർ രണ്ടുപേർക്കും ഐസ് സ്കേറ്റ് ചെയ്യാനൊന്നും അത്ര നന്നായിട്ട് പറ്റിയില്ല. അപ്പോൾ അവർ വിചാരിക്കും നമുക്കൊരു ടേബിൾ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവൻ അവളോട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ അൺഹാപ്പി ആയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോവാം, എന്നിട്ട് വേർമൗണ്ടിൽ എവിടെയെങ്കിലും പോയി ഒരു ക്യാബിനിൽ ജീവിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൻ അവളെ എന്തെന്നാണ് വിളിക്കുന്നത്, പെയിൻ ഇൻ ദ ആസ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ അവൾ ഭയങ്കര ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന് പെട്ടെന്ന് എന്തോ പന്തിയോട് തോന്നിയിട്ട് അയ്യോ അവൾ ദേഷ്യപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മാപ്പൊന്നും കേൾക്കാണ്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവൻ വീണ്ടും ജെയിനെ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും കോൾ എടുക്കുന്നില്ല. പിന്നെ ഇവൻ വിളിക്കുന്നത് കോൾ ലൂസ് എന്ന് പറയുന്ന ഒരു യങ് മാനെയാണ്. ഇയാൾ ഇവൻ്റെ സ്റ്റുഡൻറ്റ് അഡ്വൈസറായിരുന്നു വൂട്ടൺ സ്കൂളിൽ വെച്ചിട്ട്. ഇപ്പോൾ അയാൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അയാളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എഗ്രി ചെയ്യുന്നത് ഓക്കെ ഡിന്നറിന് ശേഷം ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പകൽ സമയം പോകാൻ വേണ്ടിയിട്ട് ഇവൻ റേഡിയോ സിറ്റിയിൽ പോയി ഒരു സിനിമയൊക്കെ കാണുന്നുണ്ട്. അവസാനം രാത്രിയിൽ ഈ ഹോൾഡനും ലൂസും മീറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റൻ ഹോട്ടലിൽ വിക്കർ ബാറിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട്
എന്ത് ചെയ്യാണ് ലൂസ് എന്ത് ചെയ്യാണ് കുറേ ബോയ്സുമായിട്ട് ഈ ഭയങ്കര ഫ്രാങ്കായിട്ടും ഓപ്പണായിട്ടും സെക്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹോൾഡൻ പിന്നെയും ഇൻറ്റൻഷനലി ട്രൈ ചെയ്യാണ് അതിലേക്ക് കോൺവെർസേഷൻ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൂസിന് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഇവൻ്റെ കുറച്ച് റിമാർക്സ് അല്ലെങ്കിൽ ഇവൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് എന്തിനെ പറ്റി, ഗേ ആയിട്ടുള്ള പുരുഷന്മാരെ പറ്റി, അതുപോലെ ലൂസിൻ്റെ ഒരു ചൈനീസ് ഗേൾ ഫ്രണ്ട് ഉണ്ട് അവളെ പറ്റിയൊക്കെ ഹോൾഡൻ പറയുന്ന ചില കാര്യങ്ങൾ ഇവൻ ഇഷ്ടപ്പെടുന്നില്ല, അതല്ലെങ്കിൽ അത് വളരെ ജുവനൈലായിട്ടുള്ള റിമാർക്സ് ആണ് എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ലൂസിന് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് നേരത്തെ പോകാൻ വേണ്ടി അവനൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹോൾഡൻ അവിടെ ഇരുന്ന് സ്കോച്ച് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ പിയാനോ ഒക്കെ ഉണ്ട്, പിയാനോ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്, സിംഗർ പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് ഇവൻ സ്കോച്ചും കുടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ മദ്യപിച്ചിട്ട് ഹോൾഡൻ എന്ത് ചെയ്യാണ്, സാലി ഹേസിനെ ഫോൺ ചെയ്തിട്ട് അവൻ്റെ ക്രിസ്മസ് ഈവ് പ്ലാൻസിനെയൊക്കെ പറ്റി എന്തൊക്കെയോ ബാബിൾ ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്ന് അവൻ എന്ത് ചെയ്യാണ്, സെൻട്രൽ പാർക്കിൽ പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ ഡക്സിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിയുമ്പോൾ ഹീസ് ഫ്രീസിങ് കോൾഡ്. അങ്ങനെ അവൻ തിരിച്ച് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ പോയിട്ട് അവൻ്റെ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ്. സിസ്റ്റർ ആരാണ്? ഫീബിയാണ്. അവളോട് പോയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ട്രൈ ചെയ്യാണ്. അവൻ അവളോട് അഡ്മിറ്റ് ചെയ്യുന്നത് ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന കാര്യം അഡ്മിറ്റ് ചെയ്യാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവനിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നത് കൊണ്ടാണ് ഇവളോട് ദേഷ്യമായിരുന്നത് എന്നൊക്കെ പറയാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവൻ സ്കൂളിനെ ഹേറ്റ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അവൾ മനസ്സിലാക്കാണ്ട് അവൾ പറയുന്നതെന്ന് വെച്ചാൽ, അതിന് നിനക്ക് എന്തോന്നാണ് ഇഷ്ടപ്പെടുന്നത്, സ്കൂൾ ഇഷ്ടമല്ല, വേറെ എന്താ ഇഷ്ടം, നിനക്കൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് പറയുകയാണ്. അതുപോലെ അവൾ പറയുന്നത് വെച്ചാൽ അവൾക്കൊരു ഫാൻറ്റസി ഉണ്ട്, ഒരു ക്യാച്ചർ ഇൻ ദ റൈ ആവുക എന്നുള്ള ഫാൻറ്റസി. അപ്പോൾ ഈ ക്യാച്ചർ ഇൻ ദ റൈ എന്താണെന്ന് വെച്ചാൽ, എ പേഴ്സൺ ഹു ക്യാച്ചസ് ലിറ്റിൽ ചിൽഡ്രൻ ഇസ് ദേ ആർ അബൌട്ട് ടു ഫോൾ ഓഫ് എ ക്ലിഫ്. ഒരു ക്ലിഫിൽ നിന്നിങ്ങനെ കൊച്ചു പിള്ളേരിങ്ങനെ താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ പിടിക്കുന്ന ഒരു പേഴ്സണാണ് ദ ക്യാച്ചർ ഇൻ ദ റൈ. ക്യാച്ചർ ഇൻ ദ റൈ ആവാനായിട്ട് തനിക്കൊരു ഫാൻറ്റസി ഉണ്ടെന്നൊക്കെ അനിയത്തി ഇവനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവനോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നീ ഒരു പോം ഉണ്ടായിരുന്നു, നീ അത് മറന്നുപോയില്ലേ, എവിടെ നിന്നാണ് ആ പോം, ആ ഇമേജ് എവിടെ നിന്നാണ് കിട്ടിയത്? റോബർട്ട് ബേൺസിൻ്റെ പോമാണ്. ആ പോയത്തിൽ എന്താ പറയുന്നത്? ഇഫ് എ ബോഡി മെറ്റ് എ ബോഡി കമ്മിങ് ത്രൂ ദ റൈ നോട്ട് ക്യാച്ച് എ ബോഡി. ആ ഒരു പോം നീ മറന്നുപോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോൾഡൻ എന്ത് ചെയ്യണം, അവൻ്റെ ഫോമർ ഇംഗ്ലീഷ് ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ആൻറ്റോളിനിയെ വിളിക്കുകയാണ്. അപ്പോൾ അയാൾ ഇവനോട് പറയുന്നത് അപ്പാർട്ട്മെൻറ്റ് പുറത്തേക്ക് വരാനാണ്. അങ്ങനെ ഈ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കാര്യമൊക്കെ ഇവനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊന്നും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പണായിട്ട് പറയുന്നുണ്ട്, മറച്ചു വെക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ മിസ്റ്റർ ആൻറ്റോളിനി ഇവനെ ബെഡിൽ ഓൺ ദ കൗച്ച് എന്ത് ചെയ്യാണ്, കിടത്തുകയാണ്. ഹോൾട്ടൻ ഉറക്കെണീക്കുമ്പോൾ മിസ്റ്റർ ആൻറ്റോളിനി എന്ത് ചെയ്യാണ്, അവൻ്റെ ഫോർഹെഡിൽ സ്ട്രോക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അവന് തോന്നുന്നു വെച്ചാൽ മിസ്റ്റർ ആൻറ്റോളിനി ഒരു സെക്ഷൽ ഓവർ ടോർ ചെയ്യാണ് എന്ന് വിചാരിച്ചിട്ട് ഹോൾഡൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് അവിടെ നിന്ന് ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ കിടന്നിട്ട് കുറച്ച് മണിക്കൂർ അവൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫീബിയുടെ സ്കൂളിലേക്ക് പോവാണ്. എന്നിട്ട് അവൾക്കൊരു നോട്ട് എഴുതുന്നുണ്ട്. നോട്ടിൽ പറയുന്നത് വെച്ചാൽ അവൻ വീട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പേ അന്ന് ലഞ്ച് ടൈമിൽ അവളുമായിട്ട് മീറ്റ് ചെയ്യണം മ്യൂസിയത്തിൽ വെച്ചിട്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഫീബി ഉച്ചയ്ക്ക് വരുന്നുണ്ട് അവനെ കാണാൻ. അവളൊരു സ്യൂട്ട് കേസ് ഫുൾ ഓഫ് ക്ലോത്ത്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവനോട് പറയുന്നത് വെച്ചാൽ എന്നെയും കൂടെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അത് റിഫ്യൂസ് ചെയ്യും. അപ്പോൾ അവൾ അങ്ങോട്ട് കരയാൻ തുടങ്ങും. എന്നിട്ട് അവനോട് സംസാരിക്കാൻ റിഫ്യൂസ് ചെയ്യും. അപ്പോൾ അവനറിയാം ഞാൻ പോവുകയാണെങ്കിൽ അവൾ എന്നെ ഫോളോ ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, സൂവിലേക്ക് നടക്കുകയാണ്. എന്നിട്ട് അവളെ എന്ത് ചെയ്യാണ്, കെറോസൽ പാർക്കിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ സന്തോഷത്തോടെ നോക്കുകയാണ്. അവൻ്റെ സിസ്റ്റർ ഈ റൈഡിലൊക്കെ പ്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നോക്കി നിന്നിട്ട് അവൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ഒരു പയ്യൻ എവിടെ എത്തി നിന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു അവൻ്റെ ജീവിതത്തിലെ കുറച്ച് ദിവസത്തിൽ എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഹോൾഡൻ ഈ ഒരു നറേറ്റീവ് എൻഡ് ചെയ്യുന്നത് റീഡേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഹിസ് നോട്ട് ഗോയിങ് ടു ടെൽ ദ സ്റ്റോറി ഓഫ് ഹൗ ഹി വെൻ ഹോം ആൻഡ് ഗോട്ട് സിക്ക്. ഞാൻ എങ്ങനെ വീട്ടിലെത്തിയെന്നും എനിക്കെങ്ങനെ അസുഖം
അതായത് സിക്കായി എന്നുള്ള കാര്യമൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇത്ര നേരം അവൻ ആ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവനൊരു പുതിയ സ്കൂളിൽ, ഈ ഫോൾ സീസണിൽ ഒരു പുതിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ അവൻ തീരുമാനിക്കുകയാണ്. അതുപോലെ അവൻ്റെ ഫ്യൂച്ചറിനെ പറ്റി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹോൾഡനെയാണ് നമ്മൾ അവസാനം കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ നോവലിൻ്റെ ഒരു സമ്മറി. എനിക്ക് സമ്മറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.